സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദ് ലഭിക്കുന്ന, നദർ ലഭിക്കുന്ന, അവിടുത്തെ സഹായങ്ങൾ ലഭിക്കുന്ന, അവിടുത്തെ സാമീപ്യങ്ങൾ ലഭിക്കുന്ന, സാന്നിധ്യങ്ങൾ ലഭിക്കുന്ന നല്ല ചുറ്റുപാടുകളാക്കി നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ മേഖലകളെയൊക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം റഹിമഹുല്ലാഹു തആല ആശ്രയം ആലംബമേ ആർദ്രമനസ്സിന്റെ ആശ്രയമേ മദീന 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 സൂര്യന്റെ ചൂടേറ്റു കരയുന്ന നേരം ചാണുന്നു താഴെ എരിഞ്ഞനേകം പാപങ്ങളേറ്റു പറയുന്ന നേരം പാപങ്ങളേറ്റു പറയുന്ന നേരം എങ്ങനെ നോക്കും ഞാനോ പൂമുഖം സൂര്യന്റെ ചൂടേറ്റു കരയുന്ന നേരം ചാണുന്നു താഴെ എരിഞ്ഞനേകം പാപങ്ങളേറ്റു പറയുന്ന നേരം എങ്ങനെ നോക്കും ഞാനാ പൂമുഖം കരുണക്കടലല്ലേ കനിവിന്റെ മഴയല്ലേ കരുണക്കടലല്ലേ കനിവിന്റെ മഴയല്ലേ കരയുമീ ഹതഭാഗ്യം കനവിൽ തഴുകുമുല്ലേ ത്വാഹ ത്വാഹ കരുണാജലം സ്നേഹ കരുണാജലം സ്നേഹ കനിവിൻ്റെ പൂമരമേ അലിവിൻ്റെ സാഗരമേ എൻ്റെ വേദന തീർത്തിടണേ എൻ്റെ വേദന തീർത്തിടണേ എന്നിലാമുഖം കാട്ടിയിടണേ. അവിടുന്ന് വേദനകളൊക്കെ സഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സഹിക്കുന്ന സമയത്തും ശക്തനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദിച്ചു, തങ്ങളെ വേദനിപ്പിച്ചവരുടെ മേലിലേക്ക് ഞാൻ ഈ പർവ്വതമെടുത്തിടട്ടെ എന്ന് തങ്ങളോട് ചോദിച്ചപ്പോ അവിടെയും തങ്ങൾ കാരുണ്യത്തിന്റെ രൂപമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആരെങ്കിലൊക്കെ ഇതിൽ നിന്നൊന്ന് ഇസ്ലാം അള്ളാഹുവിന്റെ നൂറ് അവർക്ക് അവരുടെ മനസ്സിലേക്ക് വന്നാലോ എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാരുണ്യത്തിന്റെ ആഴം അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. മുത്തുനബിയുടെ ചരിത്രത്തിൽ മാത്രമാണോ അതുള്ളത്? നമ്മുടെ എല്ലാ മേഖലകളിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫാത്തിഹ വിളിച്ചുകൊണ്ട് നമ്മൾ ഓരോ സദസ്സ് തുടങ്ങുമ്പോഴും തങ്ങൾക്ക് ഫാത്തിഹ വിളിച്ചുകൊണ്ട് നമ്മൾ കണ്ണീര് വാർക്കുമ്പോഴും നമ്മുടെ ആരെങ്കിലും മരിച്ചു പോയാലും നമ്മുടെ ആരെങ്കിലൊക്കെ രോഗശമനമായി കടന്നാലും അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആദ്യം ഫാത്തിഹ വിളിക്കുന്നത് നമ്മുടെയൊക്കെ നേതാവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലേ. എന്നിട്ട് അവിടത്തേക്ക് വിളിച്ചുകൊണ്ടല്ലേ, അവിടത്തേക്ക് ഫാത്തിഹ ഓതിക്കൊണ്ടല്ലേ നമ്മൾ ഇവർക്കൊക്കെ ശിഫായിനെ തേടാറുള്ളത്, അവരുടെ ഖബറിലെ ദറജയ്ക്ക് വേണ്ടി തേടാറുള്ളത്. അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ നിഖില മേഖലകളിലും അള്ളാഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം നൽകുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് വേണ്ടി സഹിച്ചതുകൊണ്ട്, നമ്മൾ അവിടത്തേക്ക് മദ്ഹ് പാടുന്നത് കൊണ്ടൊന്നും അവിടത്തോടുള്ള കടമ ഒരിക്കലും നമ്മൾക്ക് തീർത്താൽ തീരൂല. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചുപോയി ഖബറിൽ നമ്മൾ അടക്കി കഴിഞ്ഞാലും
നമ്മൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തുകളും നമ്മളേറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ മക്കളും നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളും എല്ലാത്തിനും കട്ടക്ക് കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സ്നേഹിതന്മാരും സഹോദരന്മാരും ആരും ആ ഖബറിലേക്ക് വരാത്ത സമയം അവിടത്തേക്കും ഒരു മഖ്ലൂഖിനും അള്ളാഹു സൃഷ്ടിച്ച ഒന്നിനും പ്രവേശനമില്ലാത്ത ഖബറിലേക്കും അള്ളാഹു അവിടത്തേക്കും പറഞ്ഞയക്കുന്ന ഒരു ആളുണ്ട്. അത് നമ്മുടെ നേതാവാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ആ ഖബറിൽ വന്നുകൊണ്ട് അള്ളാഹുവിനോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പാവപ്പെട്ട ഈ അടിമക്കൊന്ന് പുറത്തു കൊടുക്കണേ, ഇവൻ പാവമാണേ, ഇവൻ കരുതിക്കൂട്ടി ചെയ്തതൊന്നുമല്ല, നിന്നെ ധിക്കരിക്കാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഖബറിൽ വന്ന് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി പഠിപ്പിച്ചു തന്ന, തങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് എല്ലാ സുഖവും വെടിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന, നമുക്ക് കാണിച്ചു തന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ പോലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കടപ്പാട് തീരൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരന്മാരെ, ചെറിയ കുട്ടികളെ, എല്ലാവരും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരു 100 സ്വലാത്തെങ്കിലും ഇന്ന് മുതൽ ഞാൻ ചൊല്ലും എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് വേണം ഈ സദസ്സിൽ നിന്ന് പിരിയാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്കു മനം വരില്ല. ഉമ്മത്തിൽ ഒരുവനെന്നതല്ലാതെ വേറെനിക്ക് അർഹതയൊന്നുമില്ല. ഖ്വാജാ തെരി കരം സേ സമാനെ മേ ബാത് ഹൈ യാ ഗരീബ് നവാസ് ഖ്വാജാ ജി. എന്നെ സന്തോഷിപ്പിച്ച വലിയൊരു സന്തോഷം, ഞാൻ ഇപ്പോ പുറകിലേക്കൊന്ന് പോയപ്പോ കമ്മിറ്റി ഭാരവാഹികൾ ഒരു ആട് ലേലം വിളിക്കാനുണ്ട്. ആ ആടിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആട് നൽകിയത് ഒരു ഹൈന്ദവ സഹോദരിയാകുന്ന ഒരു അമ്മ. ആ അമ്മയുടെ പേരെന്താണ്? ശാരദ എന്ന് പറയുന്ന ഒരു അമ്മ. തൊട്ടു പുറകിൽ അവിടെ ഉണ്ട്. അമ്മ വളരെ സന്തോഷത്തോടെ തൃപ്തിയോടെ ആടിനെ നൽകിയിട്ട് എന്നോട് പറഞ്ഞത്, ഈ കിടക്കുന്ന ഈ മഹാനുഭാവന്റെ ആ ഒരു ബറക്കത്ത്, അവരുടെ പദം വേറെയാണ്, അതിന്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് ധാരാളം ആടുകൾ ലഭിക്കുമെന്ന് അതിയായ ഉള്ളിലുള്ള ഒരു വിശ്വാസം അതെനിക്കുണ്ട്. അതാണ് ഞാൻ സമർപ്പിച്ചതെന്ന് അമ്മ പറഞ്ഞു. ഓ പ്രിയപ്പെട്ടവരെ, ആ അമ്മയ്ക്ക് അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ വാണിയമ്പാറയെ സംബന്ധിച്ചിടത്തോളം 6 കൊല്ലത്തെ പരിചയം എനിക്കുണ്ട്. അൽഹംദുലില്ലാ. പള്ളിയുടെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ അമ്പലത്തിലെ പരിപാടികൾ അഥവാ അവിടെ അയ്യപ്പൻ വിളക്ക് നടക്കുന്ന സമയത്ത് പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്കുലി മുഴങ്ങിയാൽ അവിടെ നടക്കുന്ന 24 hours നടക്കുന്ന മൈക്കയിലെ ഗാനം, ആ പാട്ടുകൾ, അവിടെ നടക്കുന്ന അവരുടെ ആരാധനാ വചനങ്ങളൊക്കെ അവർ താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് നമ്മോട് ആ പ്രതിബദ്ധത പുലർത്തുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. ഓ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ പള്ളിയുടെ പണിയിലേക്ക് ഇവിടുത്തെ ഇതര മതസ്ഥരായ ആളുകൾ സിമന്റും മെറ്റലും മണലും 10,000-ഉം 1,00,000 വരെയ്ക്ക് സംഭാവന തന്നവർ ഇതര മതസ്ഥർ പോലുമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഒരു സാഹോദര്യം നമ്മുടെ നാട്ടിൽ ഐക്യത്തിലും സ്നേഹത്തിലും മുന്നേറാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതെല്ലാം അല്ലാഹു നിലനിർത്തുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾക്കറിയാമല്ലോ നമ്മുടെ വാണിയമ്പാറ സുബ്ഹാനല്ലാഹ് നമ്മൾ വളരെ സന്തോഷത്തിലാണെന്നുള്ളത്. ഏകദേശം വലിയൊരു ഭീമമായ സംഖ്യ ചിലവഴിച്ച് ഹൈവേയുടെ ഓരത്ത് നമ്മൾ നല്ല ഒരു പ്രൗഢമായ പള്ളി പണിതു. നിങ്ങളുടെയൊക്കെ സഹായങ്ങളാണ്, സഹകരണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും അർഹമായ സവാബ് നൽകുമാറാവട്ടെ.